ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ പലർക്കും എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, അവൻ അല്ലെങ്കിൽ അവർക്ക് എന്നെ ഇഷ്ടമാണോ? ഞാൻ സ്നേഹിക്കുന്ന പോലെ തന്നെയാണോ അവര് തിരിച്ചും എന്നെ സ്നേഹിക്കുന്നത്? അവരുടെ ഉള്ളിൽ ഇനി എന്നോട് പ്രണയമുണ്ടോ? ഇടയ്ക്കൊക്കെ ദാ നോക്കുന്നൊക്കെയുണ്ട്. ഇതിപ്പോൾ പ്രണയമാണോ അതോ സൗഹൃദമാണോ? ഇതെങ്ങനെയൊന്ന് തിരിച്ചറിയുക? ഈ ഒരു സംശയം കൊണ്ട് നടക്കുന്ന ആളുകളാണോ നിങ്ങള്? എങ്കിൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ളതാണ്. അപ്പൊ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, അവനോ അല്ലെങ്കിൽ അവൾക്കോ അവര് നിങ്ങളെ സീക്രട്ട് ആയിട്ട്, അതായത് അവര് രഹസ്യമായിട്ട് നിങ്ങളെ പ്രണയിക്കുവാണോ? ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇതിനുള്ള ഒരു 3 വഴികളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കാര്യം എടുക്കാം. ആദ്യമേ നമുക്ക് ആൺകുട്ടികളുടെ കാര്യം തന്നെ എടുക്കാം. അതിൽ ആൺകുട്ടികൾ പെൺകുട്ടികളോട്, അതായത് ഒരു ആൺകുട്ടി അവന് ഇഷ്ടപ്പെട്ട ആ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്ന സമയത്ത് അവന് നന്നായിട്ട് പേടിയുണ്ടാവും. വിക്കിയും മൂളിയും കൈയൊക്കെ വിറച്ചിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ്റെ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു പെൺകുട്ടിയോട് അവന് പ്രണയമുണ്ട് എന്നതാണ്. ഇനി ഗേൾസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഒരു പെൺകുട്ടി അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനോട് നേരെ നിന്ന്, അതായത് ഓപ്പോസിറ്റ് നിന്ന് സംസാരിക്കുന്ന സമയത്ത് അവൾ എപ്പോഴും ഇങ്ങനെ താഴത്തേക്ക് നോക്കിക്കൊണ്ടേയിരിക്കും. അതായത് എപ്പോഴും തറയിലേക്ക് നോക്കിക്കൊണ്ടേ നിൽക്കും. പിന്നെ എപ്പോഴും അവളുടെ ഒരു കൈ എന്ന് പറയുന്നത് അവളുടെ മുടിയിൽ തന്നെ ആയിരിക്കും. മുടി വെറുതെ കോന്തുക, അല്ലെങ്കിൽ മുടി വലിച്ച് മുഖത്തേക്കിടുക, പിന്നെ അത് കയറ്റി വെക്കുക, ഇങ്ങനെ കൈ കൊണ്ട് മുടി ചുരുട്ടിക്കൊണ്ട് നിൽക്കുക, ഇങ്ങനെ എപ്പോഴും അവളെ എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇങ്ങനെയാണെങ്കിൽ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ് ഇതിൻ്റെ അർത്ഥം. നിങ്ങളോട് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തിക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗവും ഇതാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന്, എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒക്കെ ഉള്ളൊരു സുഹൃത്തിനാണെങ്കിൽ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കാൻ ആരും മറക്കരുത്. റിലേഷൻഷിപ്പിൽ ഉള്ളവർ മാത്രമല്ല, ഈ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നവരും ഇതേപോലെ നിങ്ങൾ ആരെങ്കിലും സീക്രട്ടായിട്ട് പ്രണയിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കൺഫ്യൂഷൻ കൊണ്ടൊക്കെ നടക്കുന്ന ആളുകളുണ്ടാവുമല്ലോ, അവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മെസ്സേജ് അല്ലെങ്കിൽ റിപ്ലൈ ആണ്. അതായത് നമ്മൾ ഒരാൾക്ക് മെസ്സേജ് അയച്ചിട്ട് ആ ഒരു ചാറ്റിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നതാണ്. നിങ്ങളുടെ മെസ്സേജിന് ഒരു സ്പെഷ്യൽ റിംഗ് ടോൺ ഒക്കെ ആയിരിക്കും അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. കാരണം നിങ്ങൾ അത്രമാത്രം അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഓരോ മെസ്സേജിന് വേണ്ടിയിട്ട് അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ റിംഗ് ടോണും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നിങ്ങളിപ്പം അവരുടെ അടുത്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ എന്തെങ്കിലും നോട്ടോ അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും പിക്ചേഴ്സോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അയച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മെസ്സേജിന് മാത്രം ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റിംഗ് ടോൺ ആണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എങ്കിൽ ഉറപ്പിച്ചു, ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ അതിന് മാത്രം അവർ സ്നേഹിക്കുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ്. അതായത് സാധാരണ ഒരു ആൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല നിങ്ങൾക്ക് ഒരാൾ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് അവർ 100% ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നത് എങ്കിൽ, ഇങ്ങനെ അവർ ആർക്കും ചെയ്തു കൊടുക്കില്ല. ഇതിനു മുമ്പൊന്നും ചോദിച്ചാൽ പോലും ഒരു ഹെൽപ്പും ആർക്കും ചെയ്യില്ലാത്ത വ്യക്തി നിങ്ങൾക്ക് 100% ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടൊരു ഹെൽപ്പും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഇനി ചില ആളുകളുണ്ട്, അവരോട് പോയി ഹെൽപ്പൊക്കെ ചോദിക്കണം, അപ്പോൾ അവർ പറയും, ഓ എന്നെ കൊണ്ടൊന്നും പറ്റില്ല, നീ വേറെ ആരോടെങ്കിലുമൊക്കെ പോയി ചോദിക്കുക. ഇങ്ങനെ പറഞ്ഞ് ഒഴിവാക്കി വിടുന്ന സമയത്തായിരിക്കും നിങ്ങൾ പോയിട്ട് ചോദിക്കുന്നത്, അതെ എനിക്കൊരു സഹായം ചെയ്യുമോ? അപ്പോൾ അവർ പറയും, ഓ അതിനിപ്പോൾ എന്താ, ഞാൻ ചെയ്യാമല്ലോ. അത്രയും പ്ലസൻ്റ് ആയിട്ട് സന്തോഷത്തോടെ ആത്മാർത്ഥമായിട്ട് അവരൊരു ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ നിങ്ങളോടുള്ള ഒരു രഹസ്യമായിട്ടുള്ള ഒരു പ്രണയം അതുണ്ട്. ആ ഒരു രഹസ്യ പ്രണയം ഉള്ളത് കൊണ്ടാണ് അവർ നിങ്ങൾക്ക് ആ ഒരു ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. ഒരാളും ഒരിക്കലും 100% ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഹെൽപ്പും ആർക്കും ചെയ്യില്ല. അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്, എന്നാൽ എല്ലാവരുടെയും കേസിൽ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇത്രയും 100% ആത്മാർത്ഥതയോട് കൂടി ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ അതവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടമുണ്ടല്ലോ, അതുകൊണ്ട് മാത്രമായിരിക്കണം. ഒരു ഉദാഹരണം കൊണ്ട് പറഞ്ഞുതരാം.
നിങ്ങളിപ്പോൾ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരേ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും വർക്കോ അല്ലെങ്കിൽ ചെയ്യാനുണ്ട്. ഇപ്പം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ റെക്കോർഡിൽ എന്തെങ്കിലും ഡ്രോയിങ്സ് ഒക്കെ വരയ്ക്കാനുണ്ട്. നിങ്ങൾക്കാണെങ്കിൽ വരയ്ക്കാൻ ഒട്ടും അറിയത്തുമില്ല. നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തിക്ക് നന്നായിട്ട് വരയ്ക്കാനും അറിയാം. പെട്ടെന്ന് പെട്ടെന്ന് അവർ ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ റെക്കോർഡ് കൊണ്ട് അവരുടെ കൊടുക്കുകയാണ്. ഇതിന് മുമ്പ് നിങ്ങളുടെ വേറെ ഫ്രണ്ട്സൊക്കെ അവരോട് ചോദിച്ചു, ഒരു പടം വരച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ സമയമില്ല, പിന്നെ ആകട്ടെ എനിക്കിപ്പോൾ വയ്യ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ ആ ഒരു ആള് നിങ്ങളുടെ കാര്യം വന്നപ്പോൾ, അതായത് നിങ്ങൾ പോയി പടം വരച്ചു തരാമോ എന്ന് ചോദിച്ചപ്പോൾ, ഒരു പടം മാത്രമല്ല ബാക്കിയുള്ള പടങ്ങൾ മുഴുവനും ഞാൻ വരച്ചു തരാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പറയുകയാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നതാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞ 3 കാര്യങ്ങളും എല്ലാവർക്കും ലൈഫിൽ ഒരുപാട് യൂസ്ഫുൾ ആകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.